ഞാൻ മണിപ്പാൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് ശ്രുതി നാട്ടിൽ വരുമ്പോൾ നാട്ടിൽ തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂർ വന്ന് കഴിയുമ്പോൾ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ട്. അപ്പോൾ പൊറോട്ട എല്ലാവരും ചോദിക്കുമ്പോൾ പൊറോട്ട മതി പൊറോട്ട. അപ്പോൾ ശ്രുതി ഇങ്ങനെ തിരിച്ച് വരുന്ന കാത്ത് ഞാൻ ഇരിക്കുന്നത് പൊറോട്ട കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ റെസിപ്പി പൊറോട്ടയാണ്. പൊറോട്ടയുടെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മ, നിജയുടെ ഉമ്മയാണ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ റെസിപ്പി നോക്കിയാൽ അപ്പോൾ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു 1/2 കിലോ മൈദയാണ് എടുക്കുന്നത്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഷുഗർ, ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കുറച്ച് വാം വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. വാം വാട്ടർ ഏകദേശം ഒരു 250 to 300 ml ഇടയിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം കുഴയ്ക്കുന്നതാണ് നല്ലത്. നല്ലപോലെ കുഴക്കി വെച്ചതിന് ശേഷം നമുക്കൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാം. ഓയിലും ഗീയും ആണ് നമ്മൾ തേച്ച് കൊടുക്കുന്നത്. എന്നിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മാവ് ഒന്ന് എടുത്ത് കുഞ്ഞു ബോൾസ് ആയിട്ട് എടുക്കാം. അതിനുവേണ്ടി ഇതൊന്ന് പരത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുത്ത് കുഞ്ഞു ബോൾസ് ആക്കാം. ഏകദേശം എന്താ പറയുക, ഒരു 2 ഇഞ്ച് വലുപ്പത്തിൽ കുഞ്ഞു ബോൾസ് ആയിട്ട് നമുക്ക് ഈ മൈദയുടെ ഇത് പാർട്ടീഷൻ ചെയ്ത് പാത്രത്തിൽ വെച്ചൊരു എണ്ണയൊക്കെ തൂക്കി വീണ്ടും ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം എടുത്ത് ഇത് നല്ലപോലെ കൈകൊണ്ട് പരത്തി, നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തി ഒക്കെ പരത്തുന്ന കോൽ യൂസ് ചെയ്തൊന്ന് എരിയാം. പിന്നെ കൈകൊണ്ട് നല്ലപോലെ വലിച്ച് തിന്നായിട്ട് ലെയർ നല്ല തിന്നാക്കി എടുക്കണം. അതാണ് ലെയർ ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താലാണ് ആ ലെയർ ഫോർമേഷന് എളുപ്പം. അതിനുശേഷം കട്ട് ചെയ്ത ശേഷം നമുക്കിങ്ങനെ റോൾ ചെയ്ത്, വലിയ ഷേപ്പൊന്നും കിട്ടത്തില്ല, എന്നാലും കഷ്ടപ്പെട്ട് നമ്മൾ റോൾ ചെയ്യണം. അത് കഴിഞ്ഞ് നല്ലപോലെ റോൾ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഓയിൽ വീണ്ടും ഒന്ന് കൊടുക്കാം. ഓയിലും ഗീയും കൂടെ ചേർക്കുന്നതാണ്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം, വേണമെങ്കിൽ സൺഫ്ലവർ ഫാം ഓയിൽ യൂസ് ചെയ്യാം. അതിന് ശേഷം നമുക്കൊന്ന് പരത്തി നമ്മളൊരു പാനിലിട്ട് ചുട്ടെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ആഡ് ചെയ്യാം. അതിനുശേഷം അടിച്ചെടുത്താൽ നമ്മുടെ കേരള പൊറോട്ട റെഡിയായി. അടിപൊളി ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.